അറിയാലോ, നമ്മളെല്ലാവരും പ്രസ് മീറ്റും ഇതെല്ലാം ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം നമ്മളതിനൊന്നും അത് ചെയ്തില്ല. ഇതൊരു മീഡിയ ഗാദറിംഗ് എന്നുള്ളത് മാത്രമേ ചിന്തിച്ചുള്ളൂ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, ഡിന്നറും എല്ലാം കഴിച്ച് പിരിയുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഇതിനെ കണ്ടുള്ളൂ. വേറെ കൊണ്ടല്ല, സിനിമ സംസാരിക്കട്ടെ എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം. അങ്ങനെ സിനിമ സംസാരിക്കുകയാണ്, പ്രേക്ഷകർ പിന്നീട് അതിന് ഒരു അവസരം നൽകുകയാണെങ്കിൽ റിലീസ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരെയും മീഡിയയിൽ കാണുന്നതായിരിക്കും. അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്ത നമുക്ക് കേക്ക് കട്ടിംഗ് ആണ് അടുത്ത പരിപാടി. തിരിച്ചുവിടല്ലോ. ചേട്ടാ പടം പൊളിച്ചെടുക്കൂലേ? ചേട്ടന്റെ ഒരു തിരിച്ചുവരവ് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വളരെ കാഷ്വലായിട്ടൊരു ഗെറ്റ് ടുഗദർ ആണ്. പക്ഷെ ഇത്രയും ക്യാമറ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഇത്രയും മൊബൈൽ ക്യാമറ എൻ്റെ മുമ്പിൽ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണാൻ ഒന്ന് ഹായ് പറയാനാണ്, അത്രയേ ഉള്ളൂ, അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. സന്തോഷം. പടാർന്നാണ് 25th എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും വേണം. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഒരുപാട് റിലീസ് ആവുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ വന്നിട്ടുണ്ട്. നമുക്ക് ഫാമിലിക്ക് പോയിരുന്ന് കണ്ട് ഹാപ്പി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമ. അതിനേക്കാൾ ഉപരി ഒന്നും ഈ പടത്തിലില്ല. പക്ഷെ ഇതൊരു ഫീൽ ഗുഡ് ഫാമിലി സിനിമയായിരിക്കും. ക്രിസ്മസിന് കാണാൻ പറ്റുന്ന ഒരു നല്ല പടം ഡെലിവറി ചെയ്യാൻ ഡയറക്ടർ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. സോ താങ്ക് യു. രാജുവിടെ ഞങ്ങളുടെ പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. ഇത്രയും നല്ലൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ മികച്ചൊരു ടീമായിരുന്നു. ഇതിൽ പ്രൊഡ്യൂസർ മാത്രമാണ് പുതിയൊരാളുള്ളൂ. ബാക്കി എല്ലാവരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ കഴിവ് തെളിയിച്ച ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ നിവിനായാലും നിവിൻ്റെ ഒരു തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞ ഓൾറെഡി അത്ര ഗംഭീരമായിട്ട് പഴയ നിവിനാണ് നമ്മൾ ഇന്ന് തിരിച്ചു കൊണ്ടുവരുന്നത്. അതിന്റെ എല്ലാ ക്രെഡിറ്റും ബാക്കിയിട്ടുണ്ട്. അത് കാര്യം. അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. താങ്ക് യു വെരി മച്ച്. ഐക്കൊന്നും വേണ്ടേ പറഞ്ഞു തീർക്കട്ടെ. സർപ്രൈസിംഗ് കണ്ടുപിടിച്ച ഒരു ഞാൻ അഭിനയിച്ച നല്ലൊരു ആക്ടറാണ്. ഡ്രാമയിലത്തെ ആക്ടറാണെന്നൊക്കെ പിന്നെ മനസ്സിലാവുന്നത്. ഡയറക്ടർ മാത്രമല്ല, അതിഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് പേഴ്സണലി എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്നാണ് വന്നിട്ട്. ഇനി അങ്ങോട്ട് ഇയാളുടെ ട്രാവൽ കാണാൻ പോകുന്നതാണ്. ഭയങ്കര സന്തോഷം. എൻ്റെ അടുത്ത് അഖിലി പടം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിന്റെ കഥ പറയാൻ വേണ്ടി വന്നപ്പോൾ കഥ കേട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു സ്റ്റോറി നരേഷൻ ആയിരുന്നു അഖിലിന്റെ. പടം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഐ എം ഷുവർ ആ കഥ നറേറ്റ് ചെയ്ത രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഐ ഹോപ്പ് അതുപോലെ തന്നെ സിനിമ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിലൊരു ചെറിയ വേഷം എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വേഷം തന്നു. അതിൽ ഭയങ്കര കൃതാർത്ഥനാണ്. സോ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഞാൻ അച്ഛന്റെ കൂടെയാണ് ഡയസറെ കണ്ടത്. അപ്പൊ അച്ഛൻ തിയേറ്ററിൽ നിന്നിട്ട് ഇതിന്റെ സീൻ ഉണ്ടല്ലോ, എന്റെ ഫുട്ബോൾ കുഴപ്പമില്ല ഒക്കെ എന്ന് പറയുമ്പോൾ അച്ഛൻ അതുകൊണ്ട് ഷൂ ഷൂ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഇത് കാണുമ്പോഴാണ് അച്ഛൻ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ശബ്ദം കിട്ടിയവരാകുന്നത് ഹ്യൂമറൊക്കെ നമസ്കാരം. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന്, പ്രത്യേകിച്ച് ഇവരുടെ പ്രോസസ്സിന്റെ ഭാഗമാകാൻ പറ്റുന്നതിന് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായില്ല. ഞാൻ ചെറിയ വേഷം ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. കൂടെ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീം. അപ്പോൾ
മൊത്തത്തിൽ ഫ്രം സ്റ്റാർട്ട് ഈ പടം അറിയാം. അപ്പോൾ ഭയങ്കര രസമായിട്ടാണ് അങ്ങനെ ഷൂട്ട് ചെയ്തതും അതിന്റെ പ്രോസസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ ഇവരപ്പോ തന്നെ മഴ ഇന്ന് ഷൂട്ട് അപ്പം അത്രയും റിലാക്സ്ഡ് ആയിട്ടും ക്ലാരിറ്റിയോടുകൂടി ഷൂട്ട് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നതിന് വലിയ സന്തോഷം. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നുള്ളത് അനിൽ രാധാകൃഷ്ണനാണ്. രണ്ടുപേരുടെ സ്റ്റേറ്റ് ഓർഡിനറാണ്. കുട്ട പഞ്ച പോലുള്ള വലിയ പടം ചെയ്തിട്ട് ബോളിവുഡിൽ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നാട്ടിലാണ്. അപ്പോൾ അനിലിന്റെ ഒരു രണ്ടോ ഇത് നമ്മളെല്ലാവരും വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. 6 മാസം കൊണ്ട് എനിക്ക് വന്ന് ഗണേഷൻ കഴിഞ്ഞ് ഫിനിഷ് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഇത്. മലയാളത്തിൽ പൊതുവെ സിനിമ സൗണ്ട് നടക്കുന്നുണ്ടെങ്കിലും വളരെ ഹിന്ദിയിൽ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഇൻഡസ്ട്രി നോക്കുമ്പോൾ വളരെ കുറച്ച് നമ്പർ ഓഫ് ഫിലിംസ് ഒരു കൊല്ലം മലയാളത്തിൽ നടക്കാറുള്ളൂ. അഖിലിന്റെ 2ാമത്തെ സിനിമ അഖില് പാച്ചു 9 കൊടുക്കുന്ന സിംഗ് സൗണ്ടായിരുന്നു. സിംഗ് സൗണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ക്യാമ്പിലൊക്കെ പോകുന്നത് വളരെ എൻജോയ് ചെയ്ത് ഒരു വളരെ ജോലിയായിട്ട് ഫിനിഷ് ചെയ്ത സിനിമയാണ്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.